ലോകത്ത് സന്തോഷ സൂചിക എടുത്തു കഴിഞ്ഞാൽ ഫിൻലൻഡ് തുടർച്ചയായി വീണ്ടും ഒന്നാം സ്ഥാനത്ത് വരുന്നു. അതായത് കേരളത്തിൻ്റെ 1/7 ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യം. അവർ മഞ്ഞുമൂടിയ പ്രദേശമാണ്, അതുകൊണ്ട് പകുതി സമയത്ത് അവർക്ക് സൂര്യപ്രകാശം കിട്ടും, പകുതി സമയത്ത് സൂര്യപ്രകാശം കിട്ടില്ല. പക്ഷേ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടില്ല, സ്വന്തം ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുന്നു. ഇത് തന്നെയാണോ ഫിൻലൻഡിൻ്റെ നേട്ടത്തിന് കാരണം? അല്ല, ഫിൻലൻഡ് ഒരു അത്ഭുതമാണ് ലോകത്തിന്. കാരണം നമ്മളുടെ ലോകത്തെ എല്ലാ മനുഷ്യരും ജീവിക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം പ്രദർശന വസ്തുവായിട്ടാണ് ജീവിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തിറങ്ങുന്നത് തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അവരോടൊക്കെ ഇങ്ങനെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. നോക്കടാ, എന്നെ കണ്ടോ, എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്രൗഢിയും നമ്മുടെ വലിപ്പവും ഒക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിട്ട് മലയാളിയുടെ ജീവിതം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മലയാളിക്ക് ഇതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്വസ്ഥവും സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളുടെ മുന്നിൽ നേരെ വരുന്ന ഒരാളെ നോക്കി ചിരിക്കും, അവൻ പോയി കഴിയുമ്പോൾ നമ്മൾ പല്ലെറിഞ്ഞ് അവനെ ചീത്ത വിളിക്കും. അതാണ് നമ്മളുടെ പൊതു സ്വഭാവം എന്ന് പറയും. അതായത് അകത്ത് കത്തി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നടക്കുന്നത്. ചിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളെ നോക്കി ചിരിക്കുന്നവൻ നമ്മളെ നോക്കി ചിരിക്കുകയല്ല, അവൻ ശരിക്കും പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മളെ നോക്കി കുരക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് കരുതേണ്ട സ്ഥിതിയിലാണ് കേരളീയ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയവും അതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലന വസ്തുവാണ്. ഇത്രമാത്രം കാപട്യം നിറഞ്ഞ വൃത്തികെട്ടവന്മാരുടെ ഒരു ലോകം രാഷ്ട്രീയത്തിന് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് നിർമ്മിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ മനസ്സ് അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരിങ്ങനെയായി മാറിത്തീരുന്നത്. അവർ പറയുന്നത് വിശ്വസിക്കാൻ ഒരിക്കലും ആരും ഇപ്പോൾ തയ്യാറല്ല. കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങോട്ട് പോകുന്നു? അപ്പോൾ അവർ വടക്കോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കണം, ഇവൻ വടക്കോട്ടല്ല പോകുന്നത്, വേറെ എവിടേക്കാണ് എന്ന് കരുതേണ്ട രീതിയിൽ മാത്രമാണ് അവരുടെ സംഭാഷണങ്ങൾ പോയി. സത്യസന്ധമല്ലാത്തതായിട്ടുള്ളൊരു ജീവിത വ്യവസ്ഥ നമുക്കുണ്ടായിക്കഴിഞ്ഞിരിക്കുന്നത്. ഫിൻലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ വീടുകളിൽ ഗാർഹിക പീഡനങ്ങളില്ല. കാരണം ഭർത്താക്കന്മാർ ഒച്ചയിൽ സംസാരിക്കുകയോ വഴക്കുറയുകയോ ചെയ്താൽ സ്ത്രീകൾ അവരെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട, നിങ്ങളെപ്പോലെ അലർന്ന ആളുകളെ എനിക്ക് വേണ്ട എന്ന് പറയും. ഒരാളല്ല, എല്ലാവരും പറയും. അത്രമാത്രം സ്വാതന്ത്ര്യം അവിടുത്തെ സ്ത്രീകൾക്കുണ്ട്, അതുപോലെ പുരുഷന്മാർക്കുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സ്വതന്ത്ര ചിന്ത, ഏറ്റവും സംതൃപ്തമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചല്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചാണ് കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ ജീവിതത്തെക്കുറിച്ചല്ല. ഇപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന നമ്മുടെ കേരളത്തിൽ ടെലിവിഷനൊക്കെ പതുക്കെ വരാൻ തുടങ്ങിയ സമയത്ത് നമ്മളുടെ ആളുകൾ ചെയ്ത ഒരു കാര്യം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് ടെലിവിഷനുള്ള വീട് എന്ന് പറഞ്ഞാൽ പ്രൗഢമായ വീട്, വളരെ വലിയ വീട്, അന്തസ്സുള്ള വീട് എന്നൊക്കെ കരുതപ്പെടുന്നൊരു കാലമാണ്. അപ്പോൾ ടെലിവിഷൻ വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരുത്തനും എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൻറ്റിന മാത്രം അവൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്ഥാപിക്കും, വീട്ടിൽ ടെലിവിഷൻ വീടിൻ്റെ മുമ്പിൽ. എന്നിട്ട് ഇത് ടെലിവിഷനുള്ള വീടാണ് എന്നവൻ സ്വയം കരുതി അവൻ അതിൻ്റെ പുറത്ത് പൊങ്ങച്ചം കാണിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതി. അത് കേരളത്തിൻ്റെ വളരെ മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനത്തെ ഒരു രീതികളാണ് വളരെ കൂടുതൽ. അതുപോലെ കാറ് വാങ്ങിച്ച് വീടിൻ്റെ മുമ്പിൽ ഇടും, എന്നിട്ട് വലിയ ഒരു കവറെ കൊണ്ടുവന്ന് പതപ്പിച്ചിടും. ആ കാർ ഒരിക്കലും ഓടില്ല, കാറുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇങ്ങനെയൊക്കെ പൊങ്ങച്ചം പറയുന്ന ആളുകളുടെ നാടായിട്ട് നമ്മൾ മാറുമ്പോൾ ആ പൊങ്ങച്ചം തന്നെ നമ്മളെ കൂടുതൽ അസംതൃപ്തിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ മലയാളികളെ സംബന്ധിച്ച് മലയാളി ഭയങ്കര എന്താ പറയുന്നത്, ഈ സ്പർദ്ധയുള്ളവർ, അസൂയുള്ളവർ അങ്ങനെയൊക്കെയാണ് കരുതപ്പെടുന്നത്. ഇപ്പം വഴി കുറച്ച് പൈസ കടന്ന് കിട്ടിയാലോ അല്ലെങ്കിൽ കുറച്ച് ആരുടെയെങ്കിലും സ്വത്ത് കിട്ടിയാലോ ഒക്കെ നമുക്ക് വേണമെന്ന് ചിന്തിക്കും. പക്ഷേ ഈ ഫിൻലൻഡുകാരെ സംബന്ധിച്ചിടത്തോളം പൈസ നിറച്ച പേഴ്സോ ബാഗോ എന്ത് കിട്ടിയാൽ പോലും അവരെടുക്കില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് മദ്യപാനത്തിൽ താല്പര്യമുള്ളവരാണ്. അതുപോലെ തന്നെ കാപ്പി കുടിക്കുന്ന കാര്യത്തിൽ ഒരു ദിവസം 7 കാപ്പി ഒരു ദിവസം കുടിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമെങ്കിൽ പോലും വെള്ളം അടിച്ചാലും റോഡിൽ കിടക്കത്തില്ല. മാത്രമല്ല സൈക്കിളിൽ പോകുന്നവൻ പോലും ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് പോകും. അതായത് നിയമം എങ്ങനെ പാലിക്കണമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയല്ലേ? അല്ല, നിയമം പാലിക്കൽ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയേക്കണം. അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നത് എന്തുകൊണ്ടാണ്? പോലീസുകാരെ പേടിച്ചിട്ടാണ്. നമ്മളിവിടെ എന്തും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ പൊതു ഇടത്തിൽ പുകവലി പാടില്ല എന്ന് നിയമമുണ്ടെങ്കിൽ നമ്മൾ
ഒളിച്ചു നിന്ന് പുകവലിക്കാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അതെ. അവരങ്ങനെയല്ല, അവർ ആ നിയമത്തെ കൃത്യമായിട്ട് പരിപാലിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഭയമല്ല ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത്. പകരം അവരതിൻ്റെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വശം പരിഗണിച്ച് ജീവിക്കുന്നവരാണെന്നുള്ളതാണ്. അതാണ് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ വന്നിരിക്കുന്ന വലിയ വ്യത്യാസമാണ്. നമുക്കതല്ല, നമ്മളുടെ എല്ലാ കുഴപ്പങ്ങളും നമുക്ക് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം. മലയാളി എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കയറിയാൽ മതി. അതിലുപയോഗിക്കുന്ന ഭാഷ, അതിൽ ഓരോരോ പ്രയോഗങ്ങൾ എത്രമാത്രം മോശമാണ് നമ്മളൊക്കെ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരിടമാണ്. നമ്മുടെ ഒരു കണ്ണാടിയാണ്. നമ്മളങ്ങ് നോക്കിയാൽ മതി നമ്മൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട്. പക്ഷേ ഫിൻലൻഡിൽ അങ്ങനത്തെ ഒരു സംഭവവികാസമേ ഇല്ല എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയും പൊങ്ങച്ചം കൊണ്ടു നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ വലിയ വ്യത്യാസം ഈ കാര്യങ്ങൾക്ക് വരും എന്നുള്ളതാണ്. സത്യസന്ധമായി മാത്രം ജീവിക്കുക. പിന്നെ മാത്രമല്ല, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഏതാണ്ട് പ്രകൃതിയോടൊപ്പം ഉള്ള ഒരു ജീവിതമാണ്. രാജ്യത്തിൻ്റെ ബഹുഭൂരിഭാഗം കാടാണ്. അപ്പോൾ ഈ പ്രകൃതിയിൽ ലയിച്ച് ജീവിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥ അവർക്കുണ്ട്. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള കാലാവസ്ഥയാണ്, ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള വായുവാണ് അവർ ശ്വസിക്കുന്നത്. ഇങ്ങനെ പല മേന്മകളും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ സംതൃപ്തമാണ്. ആ സംതൃപ്തി എന്ന് പറയുന്നത് അവരോരോരുത്തരും അനുഭവിക്കുന്ന സംതൃപ്തിയാണ്. നമുക്കത് കിട്ടാതെ പോകുന്നത് നമ്മൾ സംതൃപ്തി നിർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് മറ്റ് പലരുടെയും മുമ്പിൽ നമ്മളുടെ പ്രൗഢി കാണിച്ചുകൊണ്ട് തന്നെയാണ് അത് നേടിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തരം എന്താണ് നമുക്ക് പറയാവുന്ന ഈ ഒരു ക്യാരക്ടറിനെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡിസ്പ്ലേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ഏറ്റവും വലിയ ഒരു അപകടം, അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സിബിഷനിസം എന്ന് പറയുന്നത് ആണ് നമ്മളുടെ എല്ലാവിധമായിട്ടുള്ള സംതൃപ്തി നശിപ്പിച്ച് കളയാൻ എനിക്ക് തോന്നുന്നു. ഫിൻലാൻഡിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇപ്പോൾ വിദ്യാലയങ്ങളുടെ കാര്യം എടുക്കുക, അവിടെ ഈ നമ്മുടെ അടുത്ത് പോലെ ഒരു മത്സരാന്തരീക്ഷമില്ല. മാത്രമല്ല പൊതു ഇടങ്ങളിൽ അവിടെ ചെന്ന് ആരും സാർ മാഡം എന്നൊന്നും വിളിക്കാറില്ല. നല്ല സൗഹൃദമാണ്. മാത്രവുമല്ല സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി എന്ത് തൊഴിലും അവർ എടുക്കും. ഇന്ന വൈറ്റ് കോളർ ജോബ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ എങ്ങനെയും ജീവിക്കണം. അതുപോലെ തന്നെ വിവാഹങ്ങൾ, ഇപ്പോൾ ഇവർക്ക് പറ്റാത്തൊരു പങ്കാളിയാണെങ്കിൽ ഇവർ വളരെ സ്നേഹത്തോടുകൂടി ആ ബന്ധം അങ്ങ് പിരിഞ്ഞു പോവുകയാണ്. മാത്രമല്ല എല്ലാവരെയും ഒരേപോലെ ലിംഗഭേദമില്ലാതെ സൗഹൃദങ്ങൾ മെച്ചപ്പെടുത്തി പോകാൻ പറ്റും. ഇനി വിവാഹ ചടങ്ങുകൾ നടത്തിയാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രായമുള്ളവർ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തമായി പോകുന്ന ഫിൻലൻഡ് ശരിക്കും ലോകത്തിന് തന്നെ മാതൃകയല്ലേ? അല്ല, ലോകത്തിന് മാതൃകയാണ്. അതുകൊണ്ടാണ് ഈ സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനത്ത് അവർ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സിനിമ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് വിദ്യാലയങ്ങളിൽ മത്സരാന്തരീക്ഷമില്ല. നമ്മൾ പഠിക്കുമ്പോൾ എന്തിനാണ് മത്സരിക്കുന്നത്? പഠിച്ചാൽ പോരെ. അത് പക്ഷേ നമ്മളുടെ ഇവിടെ ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളുടെ പുതിയ ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്കൊക്കെ തന്നെ നമ്മളുടെ സ്കൂളുകൾ പോകുന്നത്, നേരത്തെ കുട്ടികൾ ജയിക്കുന്ന സമയത്ത് 1-ാം റാങ്ക്, 2-ാം റാങ്ക്, 3-ാം റാങ്ക്, ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഡിസ്റ്റിങ്ഷൻ, ഇങ്ങനെ പല സൈസ് ഇതുണ്ടേ. അതൊക്കെ കിട്ടാതെ വരുന്ന കുട്ടികൾ നിരാശരാകുകയും ആത്മഹത്യയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്ന സമയത്താണ് അത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്നത്. വെച്ചാൽ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്തസ്സിൻ്റെ ഒരു ഭാഗമായി മാറുക. പഠിക്കലെന്ന് പറയുന്ന അന്തസ്സിൻ്റെ ഒരു ഭാഗമാണ്. പഠിത്തത്തിൽ ഉന്നത വിജയം നേടുക എന്ന് പറയുന്ന അന്തസ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ ഫിൻലാൻഡുകാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവിടെ അന്തസ്സ് അതിന് മുകളിലേക്ക് കയറി വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഓരോ സാധനത്തിനും അന്തസ്സിൻ്റെ പോയിൻ്റുകളുണ്ട്. ഇപ്പോൾ വീട്, കാറ്, ഫ്രിഡ്ജ്. ഒരു വീട്ടിൽ ഒറ്റ നിലയുള്ള ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ മറ്റേ വീട്ടുകാരൻ 2 നിലയുള്ള ഫ്രിഡ്ജ് വാങ്ങിക്കണം. അങ്ങനത്തെ സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. കാരണം ഈ പെണ്ണുങ്ങളുടെ പൊങ്ങച്ചം അവരുടെ അടുക്കള വർത്തമാനങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവർക്കുള്ള തൃപ്തിയും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന് സംതൃപ്തമായ ജീവിതം വേണമെങ്കിൽ ആ ജീവിതം അവൻ തുറന്ന ജീവിതമാക്കി മാറ്റണം എന്നുള്ളതാണ്. തുറന്ന ജീവിതമാണ് ഫിൻലാൻഡുകാരുടെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ അവർ പിരിഞ്ഞു പോകുന്നു. അവർക്ക് പിണക്കം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് പറയുന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പിണക്കമാണ്. അത് പിന്നെ പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ സൗഹാർദ്ദത്തോട് പിരിയും. സുഹൃത്തെ, നമുക്ക് പിരിയാം, നമുക്ക് ഒരുമിച്ച് പോകാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞതിനിടയിൽ സ്റ്റൗ പൊട്ടിത്തെറിച്ചും അതേപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിലൊക്കെ മരണങ്ങളിലേക്ക് കലാശിക്കുന്ന പ്രശ്നങ്ങളായത് രൂപാന്തരപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് അസംതൃപ്തിയാണ്
ലോകത്തിലെ ഏറ്റവും മികച്ച ശുദ്ധജലം ലഭിക്കുന്നത്, ശുദ്ധവായു ലഭിക്കുന്നത് ഏതാണ്ട് 1,80,000-ഓളം തടാകങ്ങളുണ്ട്, 41ഓളം ദേശീയ ഉദ്യാനങ്ങളുണ്ട്. ഇവിടെ ഒന്നും തന്നെ പൈസ കൊടുത്ത് കയറണ്ട. അപ്പോൾ അവർക്ക് നല്ല വായു, നല്ല ഭക്ഷണം, നല്ല വെള്ളം, അവരൊരു ജീവിതം എന്താ പറയുക ആസ്വദിക്കുന്ന ആൾക്കാർ, അങ്ങനെയല്ലേ പറയാ? ജീവിതം ആസ്വദിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടായിരിക്കും. അതെ, അതുകൊണ്ട് അവർ അസലായിട്ട് അത് ആസ്വദിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ രാഷ്ട്രീയക്കാർ പോലും നമ്മൾ കാണുന്ന തരത്തിലുള്ള രാഷ്ട്രീയക്കാരല്ല എന്നുള്ളതാണ്. പച്ച മനുഷ്യരാണ്. അതിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, പറയുന്നതും അവർ പ്രത്യുൽപാദിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ കാരണം. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ സാർവത്രികമായിട്ടുള്ള കാപട്യം, എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ എങ്ങനെ മറ്റൊരുത്തിനെ പറ്റിക്കാം എന്ന് ആലോചിച്ചുകൊണ്ടാണ്. അങ്ങനെ ആണ് നമ്മൾ കൂടുതൽ അസംതൃപ്തിയിലേക്ക് തള്ളി വീണുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സന്തോഷത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരാണ് ഞങ്ങളെന്ന് ഫിൻലൻഡുകാർക്ക് അഭിമാനത്തോടെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.